തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 28 മണിക്കൂർ പിന്നിടുകയാണ്. അതിൽ 28 മണിക്കൂർ പിന്നിടുന്നു ജോയിയെ കാണാതായിട്ട്. തെരച്ചിലിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ്. അതാണ്ട് 12:30 കൂടിയാണ് റോബോട്ടിക് ക്യാമറയിൽ ഒരു ദൃശ്യം പതിയുകയും അതിലൊരു പ്രതീക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നു അത് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമല്ല, അത് മാലിന്യത്തിൻ്റെ ഭാഗമാണ്. ഇതാ വീണ്ടും പഴയപടി അത് തോട്ടിൽ നിന്ന് ടണലിലേക്ക് കയറുന്നതിന് പകരം റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോളിനുള്ളിൽ കൂടി ഈ ടണലിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളിൽ. പ്രതീക്ഷ രാവിലെ 2 തവണ ഇതേ തരത്തിൽ ഈ സ്ക്യൂബ ടീം ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ അതേ വഴിയിലൂടെ തന്നെയാണോ വീണ്ടും അവർ ഈ മാൻഹോളിനുള്ളിലൂടെ തന്നെ ഈ തോട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്? ഗോകുൽ, തിരച്ചിലിന് സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ്. പക്ഷേ രാവിലെ മുതൽ തന്നെ കാര്യമായ രീതിയിൽ രക്ഷാ ദൗത്യം നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായ ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. ഈ അല്പസമയം മുമ്പ് അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നോക്കുമ്പോൾ ഒരു ദൃശ്യം കാണാൻ കഴിയുമായിരുന്നു. മനുഷ്യ ശരീരത്തിന് സമാനമായ ഒരു ദൃശ്യമായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തിരച്ചിൽ സ്കൂബ സംഘങ്ങൾ ഈ ടണലിന് ഉള്ളിൽ നടത്തിയിരുന്നു. പക്ഷേ അത് മനുഷ്യ ശരീരമല്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി മറ്റ് സാങ്കേതികപരമായി കൂടുതൽ സഹായങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ഇനി നടക്കുന്നത്. അതായത് ഈ വാട്ടർ ലെവൽ ആർട്ടിഫിഷ്യലായി ഉയർത്താനുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് നിലവിൽ വാട്ടർ ലെവൽ ഉയർത്തുന്നുണ്ട്. ഈ കൂടുതൽ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. അതിനനുസരിച്ച് ഈ ജലനിരപ്പ് ഉയരുന്നതോടുകൂടി തന്നെ ഈ മാലിന്യം ഒരു പരിധിക്കപ്പുറം ഈ ടണലിൽ നിന്ന് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഒഴുക്കിവിടാൻ കഴിയുമെന്നതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടുകൂടി തന്നെ ഈ സ്കൂബ അംഗങ്ങൾക്ക് ഇവിടെ മുങ്ങി പരിശോധന നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് വാട്ടർ ലെവൽ ആർട്ടിഫിഷ്യലായി തന്നെ ഉയർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ഇറിഗേഷൻ വകുപ്പിന്റെ ഈ ഹൈ പവർ ഉള്ള പമ്പുകൾ ഇവിടെ എത്തിക്കും. അതുവഴിയായിരിക്കും വാട്ടർ ലെവൽ ഉയർത്തുന്നത്. അതിനുശേഷമായിരിക്കും ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീം അംഗങ്ങളുടെയും തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നത്. എന്തായാലും സാധ്യമായ തരത്തിൽ വലിയ തിരച്ചിൽ ദൗത്യമാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ 10 മണിയോടുകൂടി കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ 26-27 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ പ്രതീക്ഷ തരുന്ന യാതൊരു വാർത്തയോ സൂചനകളോ ഒന്നും തന്നെ നിലവിൽ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. പല ഘട്ടങ്ങളായി, പല വിഭാഗങ്ങളായി, പല സംഘാംഗങ്ങളായി തിരഞ്ഞുള്ള പരിശോധനകളായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ നടന്നത്. ആമയിഴഞ്ചാൻ തോട്ടിന് തന്നെ പല ഭാഗങ്ങളിൽ, അതായത് ഈ ജോയി അകപ്പെട്ട ടണലിന്റെ മുൻഭാഗത്തായിരുന്നു ഇന്നലെ ഒരു പകൽ മുഴുവൻ പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനകൾ വിഫലമായതോടുകൂടി തന്നെ ഈ 3-ാം പ്ലാറ്റ്ഫോമിന് സമീപത്ത് ഒരു മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ ദൂരം സ്കൂബ ടീം അംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഈ മാൻഹോളിന്റെ ഈ ടണലിന്റെ മുൻഭാഗത്ത് തന്നെ പരിശോധന കേന്ദ്രീകരിക്കാനാണ് ഈ അംഗങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അവിടെയും ഒരു തിരച്ചിൽ നടത്തുമ്പോഴും പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു പുരോഗതി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനിയും സമാനമായ രീതിയിൽ, അതായത് നേരത്തെ നടത്തിയതുപോലെ ഈ ടണലിന്റെ മുൻഭാഗത്തും ഒപ്പം 3-ാം പ്ലാറ്റ്ഫോമിന്റെ മാൻഹോളിൽ ഇറങ്ങിയുമുള്ള പരിശോധനകളാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ഇവിടെ വരുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒപ്പം ഈ സർക്കാർ നേവിയുടെ സഹായം തേടിയിരുന്നു. ഈ കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മോടൊപ്പം തന്നെ ഈ ഷെഫി റാവുത്തറും സലീം മാലിക്കും ഉൾപ്പെടെ ഉണ്ട്. കാരണം ഈ ഇന്നലെ മുതൽ തന്നെ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആലോചിക്കുന്ന അടുത്ത നടപടികൾ എന്തായിരിക്കും? പ്രതീക്ഷിക്കാര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ഫയർഫോഴ്സിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇവർ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 40 മീറ്റർ ഈ ടണലിനകത്തു കൂടി പോയിരുന്നു. അതിനുശേഷം അവിടെ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത മാൻഹോൾ, അതായത് പ്ലാറ്റ്ഫോം 3-ലെ മാൻഹോള് തുറന്ന് ഇന്ന് രാവിലെ പരിശോധന നടത്തി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏതാണ്ട് 30 മീറ്റർ വന്നു. അങ്ങനെ 70 മീറ്റർ ഈ ടണൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 70 മീറ്റർ ഭാഗത്തേക്ക് ജോയി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ഇനി ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ മാൻഹോളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഈ റോബോട്ടിക് സംവിധാനത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യ സാദൃശ്യമുള്ള ഒരു രൂപമുണ്ട്, അത് തെളിഞ്ഞുവെന്ന് അവർ പറഞ്ഞത്. ആ വിവരം അവർ കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ക്യൂബ ടീം കഴിഞ്ഞ 1.5 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് ഇവിടെ പരിശോധന അത് വിഫലമായി. ഇനി ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും പോയതാണ്. അതിനുശേഷം അവർ ആ
മാൻഹോളിൽ ഇറങ്ങി. ഒരു സംഘം ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങി പരിശോധിക്കും. അതിൽ ഈ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട, അതായത് റോബോട്ടിക്സിൽ ഇപ്പോൾ നടത്തുന്ന പരിശോധന, അടുത്ത ഘട്ടത്തിൽ റോബോട്ടിക്സ് നടത്തുന്ന പരിശോധന അത് ബ്രീഫ് ചെയ്തത് സലീം മാലിക്കിനാണ്. സലീം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ഇന്നലെ രാത്രി മുതൽ നടത്തിയ പരിശോധനയുണ്ട്. ആ പരിശോധനയിൽ അടുത്ത അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ഷഫീദ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യസാധ്യമായതിൻ്റെ അത്രയും ഈ മാലിന്യം നീക്കാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അത് പക്ഷേ അവർക്ക് കൃത്യമായി അതിനകത്തേക്ക് ഈ മനുഷ്യൻ എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് അവരുടെ ക്യാമറ എത്താൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ നിലയിലൊരു സൂചന ഇവർക്ക് ലഭിക്കുകയും ചെയ്തത്. പ്രധാനമായും അത്തരത്തിലൊരു മനുഷ്യ ശരീരം എന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മനുഷ്യ ശരീരമല്ല എന്ന് പിന്നീടുള്ള പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യ ഏത് നിലയിലാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. കാരണം അവർ നിലവിൽ ഇത് സ്ക്യൂബ ഡൈവിംഗ് ടീമിനൊപ്പം തന്നെ താഴേക്ക് പോയ ഈ റോബോട്ടിനെ തിരികെ കയറ്റിയിട്ടുണ്ട്. അതിന് പകരം ഇനി നിലവിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാട്ടർ ലെവൽ ഉയർത്തുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ സ്ക്യൂബ ഡൈവിംഗ് ടീം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുറച്ചധികം പോകുമ്പോഴേക്കും വാട്ടർ ലെവൽ ഇല്ലാത്തതിനാൽ തന്നെ അവർക്ക് ബാക്കി മുങ്ങി ഉള്ള പരിശോധന നടത്താൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ ലെവൽ ഇവർക്ക് ആവശ്യമാകും വിധം ഉയർന്നാൽ ഉടൻ തന്നെ വീണ്ടും ഈ ടീം ഇതിന് അകത്തേക്ക് ഇറങ്ങും. ഒപ്പം തന്നെ നേവിയുടെ സംഘം കൂടി വൈകുന്നേരം ഇവിടേക്ക് എത്തും. അതോടുകൂടി തന്നെ പരിശോധന മറ്റൊരു ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം എത്തുകയും ചെയ്യും. പ്രതീഷ്, ഗോകുൽ, നേരത്തെ ഷഫീദും സലീമും സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഇനി സങ്കീർണമായ ഒരു ദൗത്യമാണ്. കാരണം 26-27 മണിക്കൂർ ഈ രക്ഷാദൗത്യം പിന്നിടുമ്പോഴും ഈ ഒരു കാര്യമായൊരു പുരോഗതി ഉണ്ടാകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാട്ടർ ലെവൽ ഉയർത്തുന്നുണ്ട്. അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഈ വീണ്ടും മാലിന്യം ഈ തോട്ടിലേക്ക് വന്ന് അടിഞ്ഞു കൂടുന്നു എന്നതാണ്. കാരണം മുകളിൽ നിന്ന് ഈ വെള്ളം ടണലിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ ആ വെള്ളത്തിൽ ഒഴുകി വരുന്നത് മാലിന്യം മാത്രമാണ്. കാരണം വെള്ളത്തിനോടൊപ്പം അത്രത്തോളം മാലിന്യമാണ് ഒഴുകി എത്തുന്നത്. ഇലക്ട്രോണിക് മാലിന്യം ഉൾപ്പെടെ ഈ ആമിഴഞ്ചാൻ തോട്ടിൽ വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മാലിന്യം എങ്ങനെ നീക്കം ചെയ്യുമെന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ അല്ലെങ്കിൽ കൃത്യമായൊരു ഉത്തരം ഈ ബന്ധപ്പെട്ട അധികാരികൾക്കും പറയാൻ കഴിയുന്നില്ല. ഈ വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ട് തന്നെ ഇനി അടുത്തൊരു പരീക്ഷണമാണ് ഇവർ ആലോചിക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം അത്രത്തോളം കഠിനമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യം രക്ഷാപ്രവർത്തനമായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിശ്രമമില്ലാതെയാണ് അവർ ഇത്രയും മണിക്കൂർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ഇടവേള മാത്രമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ സംഘങ്ങളും ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പ്ലാസ്റ്റിക് മാലിന്യം, കഴിഞ്ഞ ദിവസവും അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് പ്ലാസ്റ്റിക് മാലിന്യം കുറച്ചെങ്കിലും നീക്കം ചെയ്തെങ്കിൽ അടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു രക്ഷാദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടണലിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്യാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നീക്കം ചെയ്തത് ഈ ടണലിൻ്റെ മുൻഭാഗത്തെ മാലിന്യം മാത്രമായിരുന്നു. അതിൽ ആ നീക്കം ചെയ്ത മാലിന്യങ്ങൾക്കും എത്രയോ ഇരട്ടി മാലിന്യമാണ് ഈ ടണലിന് ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം കുറച്ചെങ്കിലും അവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഈ സ്കൂബ സംഘങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ജോയി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ആ ഭാഗത്തേക്കെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്ക് എത്തി തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ 117 മീറ്ററാണ് ഈ, അതായത് ആമയിഴഞ്ചാൻ തോട് ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഭാഗം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ജോയി ഉണ്ട് എന്നതാണ് പ്രധാനമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന കാര്യം. സ്കൂബ ഡൈവിംഗ് ടീം മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരി, അവിടുത്തെ ഈ ജെൻ റോബോട്ടിക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ ഒപ്പമാണുള്ളത്. ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹരി, അവരുടെ റോബോട്ടിക് ഉപകരണങ്ങൾ അവർ കരയ്ക്ക് കയറ്റുന്നത് കണ്ടു. തോട്ടിൽ ഇനി ഈ അവരുടെ ഉപകരണങ്ങൾ മാക്സിമം ലെങ്ത് ഓഫ് അതിൻ്റെ ഒരു വയർ ലിമിറ്റിൽ എത്തി എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു സാധ്യത, പരിശോധനയുടെ സാധ്യത ഈ റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഗോകുൽ, അത് ഈ താൽക്കാലികമായി അല്ലെങ്കിൽ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 65 മീറ്റർ, അതായത് പ്രധാന ടണലിന്റെ പ്രവേശന മുഖത്തു നിന്നും ഈ ജോയിയെ കാണാതായ ഭാഗത്തു നിന്നും അകത്തേക്ക് ഏതാണ്ട് 65 മീറ്റർ ഉള്ളിലേക്ക് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഈ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഒരു
മനുഷ്യ ശരീരത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ഒരു സൂചന കിട്ടിയത്. പക്ഷേ അത് മാലിന്യമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് സ്ഥിരീകരിച്ചത്. അതിൽ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അവിടെ ഒരു ഈ പറയുന്ന പോലെ മനുഷ്യ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടതായി ഒരു സംശയം കണ്ടിരുന്നു. അത് NDRF സംഘത്തിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിളിച്ച് കാണിച്ചിരുന്നു, അത് അറിയിച്ചിരുന്നു. അവർ കൂടി അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവിടേക്ക് ഈ തരത്തിൽ ആളുകൾ എത്തിയത് എന്നുള്ളതാണ്. അതായത് ഈ സ്കൂബ ടീമിന്റെ അംഗങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. അപ്പോഴേക്കും അവിടെ നിന്നും ഈ തരത്തിൽ ഈ ഒബ്ജക്റ്റ് അവിടെ നിന്നും ഒഴുകിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ ജെൻ റോബോട്ടിക്സിന്റെ CEO നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ നൈറ്റ് വിഷൻ ക്യാമറയുടെ വിസിബിലിറ്റി അതിനുശേഷം ഈ 65 മീറ്ററിന് ശേഷം നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നീട് അതിനെ ട്രേസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജെൻ റോബോട്ടിക്സിന്റെ അധികൃതർ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവർക്ക് ഈ വിസിബിലിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ആ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയാതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുറെ രാഷ്ട്രീയ അധികാരികളും പ്രതിനിധികളും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കാൻ മേയറും VK പ്രശാന്ത് MLA യും ഒക്കെ ഇപ്പോൾ ഇവിടെ ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.